ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോഴും ഉള്ളത് രാമക്കല്ലിൽ തന്നെയാണ്. ഈ എപ്പിസോഡിൽ നമ്മൾ കാണാൻ പോകുന്നത് കുറവനും കുറത്തിയും സ്റ്റാച്യുവും അതുപോലെ മലമുഴക്കി വേഴാമ്പലുമാണ്. ഇത് രണ്ടും രാമക്കല്ലിൽ നിന്ന് നടന്നു പോകാവുന്ന ദൂരത്തിൽ തന്നെ ഉള്ളൂ. DTPC കൗണ്ടറിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇത് രണ്ടും ഉള്ളത്. കുറേ സ്ഥലങ്ങൾ നമുക്ക് ഇന്ന് കാണാനുള്ളതുകൊണ്ട് ഇന്നും നമ്മൾ ജീപ്പിൽ തന്നെയാണ് നമ്മുടെ യാത്ര. കുറവനും കുറത്തിയും സ്റ്റാച്യുവിനെ പറ്റി പറയുമ്പം ഇത് ഇടുക്കി ഡാമുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് ഹിസ്റ്റോറിക്കൽ ക്യാരക്ടേഴ്സാണ് ഈ കുറവനും കുറത്തിയും. 2005 ജിനൻ എന്ന് പറഞ്ഞൊരു ശില്പിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു ഫാമിലി കൺസെപ്റ്റ് സ്റ്റാച്യു ആണ്. ഇതിനകത്ത് രണ്ട് കുട്ടികളും ഒരു കോഴിയും ഒക്കെ നമുക്ക് ഈ സ്റ്റാച്യുവിൽ കാണാം. നമ്മൾ അടുത്തത് കാണുന്നത് മലമുഴക്കി വേഴാമ്പലിൻ്റെ ഒരു സ്റ്റാച്യു ആണ്. നമുക്കറിയാം, അത് നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയാണ്. ഇതൊരു വാച്ച് ടവറിൻ്റെ രീതിയിലാണ് ഇത് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഹരിലാൽ എന്ന് പറഞ്ഞ ഒരു ശില്പിയാണ് ഇത് ചെയ്തിരിക്കുന്നത്. 34 അടി ഉയരമാണ് ഈ വാച്ച് ടവറിന് ഉള്ളത്. വന്ന് കയറിയപ്പോൾ തന്നെ നല്ല കാറ്റും അതുപോലൊരു തണുപ്പും എല്ലാം നന്നായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സഹ്യൻ്റെ സൗന്ദര്യവും അതുപോലെ തന്നെ ആമകല്ലിലെ ശക്തമായിട്ടുള്ള കാറ്റും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. മലമ്പുഴയ്ക്ക് വേഴാമ്പൽ. ഇതിനൊരു സ്റ്റോറി ഉണ്ട്. ഈ സ്റ്റോറി എന്ന് പറയുന്നത് നമ്മുടെ പ്രകൃതിയിലെ മരങ്ങൾ മുറിക്കുന്നതിൻ്റെ ദോഷവശങ്ങളൊക്കെയാണ്. താഴെ ഒരു ആന ഒരു ഇലയും പിടിച്ചുകൊണ്ട് നിൽപ്പുണ്ട്. അത് അവസാനത്തെ ഇല. ഇതൊരു മരക്കുറ്റിയാണ്. ഈ മരക്കുറ്റിക്കകത്ത് ഇതുപോലുള്ള ചൂടോ മഴയോ ഒക്കെ വരുമ്പോഴത്തേന് വേറെ ഒരു വാസസ്ഥലങ്ങളും ഇല്ലാതെ മൃഗങ്ങളെല്ലാം ബുദ്ധിമുട്ടി ഈ മരക്കുറ്റിയിൽ അഭയം പ്രാപിച്ചിരിക്കുന്നതിൻ്റെ ഒരു സ്റ്റോറിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ സ്റ്റേറ്റ് ബേർഡായ മലമുഴക്കി വേഴാമ്പൽ ഒരു വൃക്ഷത്തൈയുമായിട്ട് വരുവാണ്. ഈ വൃക്ഷത്തൈ നിങ്ങൾ നട്ടുവയ്ക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ സ്റ്റോറി. മരങ്ങൾ വെച്ച് പിടിപ്പിക്കുക, വെട്ടി നശിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ഉദ്ദേശം. നല്ല കാറ്റ് ഇവിടെയും ഉണ്ട്. ഓഡിയോ പോലും കിട്ടാത്ത രീതിയിലുള്ളതാണ്. അതിന് ഡിസ്റ്റർബൻസ് കാണും. അതെല്ലാവരും ഒന്ന് സഹകരിക്കണം, കാരണം അത്രയും കാറ്റാണ് ഇവിടെ അടിക്കുന്നത്. നമ്മുടെ അത്യാഗ്രഹവും ആക്രാന്തവും ഒക്കെ കൊണ്ട് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രകൃതിയുടെ നാളെ ഉണ്ടാകാൻ പോകുന്ന ഒരു ദുരന്തത്തെ ഈ ഹരിലാൽ എന്ന കലാകാരൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. ഇതൊരു മുന്നറിയിപ്പായിട്ട് വേണം നമ്മൾ കരുതാൻ. കുറവനും കുറത്തിയും സ്റ്റാച്യുവിൽ നിന്ന് നമ്മൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഇത് ബംഗ്ലാദേശ് പാലമ്പുള്ള സിറ്റി റോഡ് ആണ്. ഇത് ഇതിന് ലെഫ്റ്റ് സൈഡ് മുകളിൽ തമിഴ്നാടും റൈറ്റ് സൈഡ് മുകളിൽ കേരളമാണ്. 1500 ഹെക്ടർ സ്ഥലമാണ് തമിഴ്നാടിൻ്റെ ഈ കാണുന്ന റൈറ്റ് സൈഡോട്. ഇപ്പോൾ എല്ലാം തീ പിടിച്ച് കരിഞ്ഞ് കിടക്കുകയാണ്. കമ്പം വാലി വ്യൂ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തോട്ടാണ് നമ്മൾ ഇപ്പം പോകുന്നത്. അവിടെ ചെന്ന് കഴിയുമ്പം കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ആയിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു ബൗണ്ടറി നമുക്ക് കാണാൻ പറ്റുമെന്ന് അഖിൽ പറഞ്ഞു. അപ്പോൾ നമുക്ക് അത് കാണാം.
പോയിന്റ് കാണുന്നത് തമിഴ്നാട്ടിലാണ്. ഇത് ബോർഡർ ഏരിയ ആണ്. ഇതിൻ്റെ വഴിയുടെ അപ്പുറത്തോട്ടുള്ളത് കേരളം, ഇപ്പുറത്തോട്ടുള്ള തമിഴ്നാട്. അത് വ്യക്തം താഴെ കാണുന്ന കൃഷികളൊക്കെ കാണുമ്പോൾ അറിയാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല പച്ചപ്പായിട്ട് കാണുന്ന സ്ഥലമാണ്. നമ്മൾ വന്നിരിക്കുന്ന ഈ സമയം എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസം ടൈം ആയതുകൊണ്ട് നല്ല ഉണങ്ങിക്കിടക്കുകയാണ്. എങ്കിലും ഈ പാറയിലൊക്കെ ഒരൊറ്റ കപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ഉണങ്ങിക്കിടക്കുന്ന പുല്ലും ഒക്കെ പെട്ടെന്ന് കിളിർത്ത് പച്ചപ്പാവും എന്ന് അഖിൽ പറഞ്ഞു. അതാണ് ഇവിടുത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത. അത്ര സെൻസിറ്റീവാണ് ഇവിടുത്തെ ഈ മണ്ണും ചെടികളും എല്ലാം. ഇപ്പോൾ നമ്മൾ പോകുന്ന വിണ്ടുമില്ലിലോട്ടാണ്. വിണ്ടുമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആദ്യം വന്നേക്കുന്ന കാറ്റാടിയാണ്. ഏറ്റവും വലുപ്പത്തിലുള്ള കാറ്റാടികളാണ് വന്നേക്കുന്നത്. നെക്മിക്കോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത്. പ്രൈവറ്റ് പ്രോപ്പർട്ടികളാണ്. അത് പൈസ മുടക്കിയ പ്രൈവറ്റ് കമ്പനികൾക്ക് വേണ്ടിയിട്ട് നെക്മിക്കോൺ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. അത് ഫസ്റ്റ് കാറ്റാടി ഇവിടെ നിന്നിട്ട് കാണാം. പിന്നെ കാറ്റാടി പാടത്തിലേക്ക് ഇവിടെ ഇതൊരു ഒറ്റ കാറ്റാടി എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഇവിടെ ഒരു കാറ്റാടിയേ ഉള്ളൂ. ആ കാറ്റാടി കഴിഞ്ഞിട്ട് നമ്മളിപ്പം കാറ്റാടി പാടത്തേക്ക് പോവുകയാണ്. കാറ്റാടി പാടത്തേക്ക് പോകുന്ന വഴിയിൽ ഒരു ഗേറ്റ് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടു, സലാംസ്രാമ എന്ന്. അപ്പോൾ അതിൻ്റെ പേരിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് പെട്ടെന്ന് ശ്രദ്ധിച്ച് അപ്പോൾ അഖിലിനോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ അഖിൽ പറഞ്ഞു ഇതൊരു 100 വർഷം പഴക്കമുള്ള ഒരു കേരളത്തെ പുനർസൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ് ഈ സലാംസ്രാമ ഹെറിറ്റേജ് വില്ലേജ്. അപ്പോൾ എന്താണ് ഇതിനകത്ത് എന്ന് കാണാൻ ഒരു കൗതുകം തോന്നി. സലാംസ്രാമ ഹെറിറ്റേജ് എക്കോ വില്ലേജ് രാമക്കൽമേട്, അതാണ് ഞങ്ങളുടെ ഈ പ്രൊജക്റ്റിൻ്റെ. ഇടുക്കിയിലാണ് ഈ പ്രൊജക്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ 15 ഏക്കറോളം സ്ഥലത്ത് നമ്മൾ നടപ്പാതകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇടയിൽ നമ്മൾ കല്ലുകൊണ്ടുള്ള ബെഞ്ചുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പ്രകൃതിദത്തമായിട്ടുള്ളൊരു ഗുഹയുണ്ട് ഞങ്ങൾക്ക്. അതുപോലെ തന്നെ പരമ്പരാഗതമായിട്ടുള്ള വൈദ്യത്തിലൂടെ നമ്മളിവിടെ അതിനുള്ള പച്ചമരുന്നുകളുള്ള ഒരു വലിയ നിര തന്നെ നമുക്കുണ്ട്. ഒരു ഗാർഡൻ ഉണ്ട്. ശരിക്കും ഇവിടെ തന്നെ 100% ഓർഗാനിക് ആയിട്ടുള്ള വെജിറ്റബിൾസ് എടുത്തുകൊണ്ട് വന്നാണ് ഞങ്ങൾ ഗസ്റ്റിന് ഫുഡും കാര്യങ്ങളും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. പൂർവികരൊക്കെ താമസിച്ചിരുന്നത് മഡ് ഹൗസ്, ശരിക്കും മണ്ണ് കൊണ്ടുള്ള ഹൗസുകൾ ഉണ്ടാക്കിയായിരുന്നു അന്നത്തെ കാലത്ത് അവരൊക്കെ താമസിച്ചിരുന്നത്. അതുപോലത്തെ ഹട്ടുകൾ ഇവിടെ ഉണ്ട്. പിന്നെ കരിങ്കല്ല് കൊണ്ടുണ്ടാക്കിയ, പിന്നെ മരത്തിൻ്റെ മുകളിൽ മുന്നേ ആൾക്കാർ ഹട്ടുകൾ ഉണ്ടാക്കി താമസിക്കുമായിരുന്നു. അപ്പോൾ ആ മോഡലുള്ള ഹട്ടുകൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇത് ഒരൊറ്റ മരത്തിലാണ് ഇത്രയും വലിയൊരു സംവിധാനം ഇവിടെ ചെയ്തിരിക്കുന്നത്. അതിൽ താമസിക്കാനും ഒക്കെ നല്ല അടിപൊളി കൂളിങ് കാലാവസ്ഥയാണ്. ഏത് വെയിലത്താണേലും ഇതിനകത്തിരിക്കാം. സലാംസ്രാമ ഹെറിറ്റേജ് വില്ലേജ് കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും കാറ്റാടിപ്പാടത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. സഞ്ചാരികൾ ഒരിക്കലും ഇവിടെ ഇനി കുറച്ച് സ്റ്റാച്ചു അല്ലെങ്കിൽ രാമക്കല്ല് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തിരിച്ചു പോയാൽ വൻ നഷ്ടമായിരിക്കും. നമ്മൾ ഈ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുമ്പം ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ ഈ കുപ്പികൾ കൂട്ടിമുട്ടുന്നു, ഈ കാറ്റാടിയുടെ ഈ ചെറിയ കറങ്ങുന്നതിൻ്റെ ശബ്ദം, വിണ്ടുമില്ല് കറങ്ങുന്നതിൻ്റെ ശബ്ദം ഇവിടെ നിൽക്കുമ്പം ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നതിനെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത ഫീൽ ചെയ്തു. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു കണ്ടുപിടുത്തങ്ങൾ ഇത് ആര് ചെയ്ത് വെച്ചിരിക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം ഇവിടെ ഒരു കടയുണ്ട്. അത് ഇന്ന് അവധിയാണ്. ആ കടയിലുള്ളൊരു ആൾ ഇത് ചെയ്യുന്നതാണെന്ന് പറഞ്ഞു. ഒരു സ്ഥലത്ത് നിന്ന് വട്ടം ഒന്ന് കറങ്ങിക്കഴിഞ്ഞാൽ എല്ലാ ചുറ്റും കാണാവുന്ന ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സ്ഥലമാണ്. 360 ഡിഗ്രിയിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിനൊരു 4D എന്നാണ് നമ്മൾ വിളിക്കുന്ന സ്ഥലം പേര്. ഇത് കണ്ടില്ലേ, വിണ്ടുമില്ല് തൊട്ട് നമ്മുടെ പ്രദേശങ്ങൾ എല്ലാം കറങ്ങി വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ ഭാഗങ്ങളും ആമക്കല്ലിൻ്റെ ഭാഗങ്ങൾ, രാമക്കല്ലിൻ്റെ
സ്റ്റാച്ചു എല്ലാം ഇവിടെ നിന്ന് കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്ഥലം ഉള്ളത്. വേറെ എവിടെ നിന്നാലും നമുക്ക് ഒരു സൈഡ് അല്ലെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് ഒരു കുന്നിൻ്റെ സൈഡിൽ നിന്ന് ഒരു ചരിവ കാണത്തുള്ളൂ. പക്ഷേ ഈ കുന്നിൻ്റെ നിന്ന് 4 ചുറ്റും കാണാവുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ്. രാമക്കൽമേട്, ആമപ്പാറ, കാറ്റാടിപ്പാടം, വിൻഡ് മില്ല്, ഫ്ലൈറ്റ് വ്യൂ, 4D വ്യൂ, കമ്പം വാലി വ്യൂ, കുറുവൻ കുറത്തി സ്റ്റാച്ചു, അങ്ങനെ കാഴ്ചയുടെ ഒരു കലവറ തന്നെ ഇവിടെ ഉണ്ട്. ഇത്രയും സ്ഥലങ്ങൾ 3 എപ്പിസോഡുകളിലായിട്ട് തീർത്തിരിക്കുകയാണ്. എല്ലാവരും കഴിഞ്ഞ എപ്പിസോഡുകൾ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കഴിഞ്ഞ എപ്പിസോഡുകൾ എടുത്ത് കാണണം. വരും എപ്പിസോഡുകളിൽ പാട്ടും ഫുഡും പുതിയ സ്ഥലങ്ങളുമായിട്ട് വീണ്ടും കാണാം.